ഒരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഗൈസ്, നിങ്ങളിപ്പം കാണണമായിരിക്കും എൻ്റെ ഫുള്ള് ഞാൻ ഇതാക്കിയിട്ടുണ്ട് അയണ് എന്ന് വെച്ചാൽ അയണിൻ്റെ ഫുള്ള് അയൺ ആർമറും അയൺ ടൂൾസ് ഫുള്ള് ഇതില്ലേ. പിക്കാക്സ് ഉണ്ട് എൻ്റെ കയ്യിൽ, പക്ഷെ അതിപ്പോൾ പൊട്ടാറായി. അതും ആക്കി. പിന്നെ ഞാൻ കുറച്ച് റീസ്റ്റോക്ക് ചെയ്ത് എൻ്റെ ടോർച്ചൊക്കെ ഞാൻ തോനെ വെച്ച്. ഇന്നും ഒരു മൈനിങ് എപ്പിസോഡാണ്. ഹാർഡ്കോർ എപ്പിസോഡിലെ ഇൻട്രോ പറഞ്ഞില്ല. ഹാർഡ്കോർ എപ്പിസോഡിലെ എത്രാമത്തെ എപ്പിസോഡെന്ന് അറിഞ്ഞുകൂടാ. നിങ്ങൾക്ക് ഇൻട്രോ കാണുമ്പോൾ മനസ്സിലായി കാണും. ഓക്കെ, നമുക്കെന്താ നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഗൈസ്, പിന്നെ ഞാൻ എൻ്റെ താഴെ ഇരിക്കണം, നിങ്ങൾക്ക് അറിയായിരിക്കും, ഒരു വില്ലേജർ. ഇവിടെ താഴെ ട്രേഡിംഗ് ആളിൽ കൊണ്ടുവച്ച ഈ വില്ലേജർ ഉണ്ടല്ലോ, അല്ല ഇവൻ്റെ കയ്യിൽ നിന്ന് ഞാൻ നാട്ടെ ഇങ്ങനത്തെ സ്റ്റിക്ക് ഇപ്പോൾ ഒരു സ്റ്റാക്കാണ് വാങ്ങിക്കുന്നത്. ഗൈസ്, ഞാൻ ഇന്നലെ കുറേ ട്രേഡ് ചെയ്ത് അവൻ അൺലോക്ക് ചെയ്ത് വെച്ച്. പിന്നെ കുറേ ഇത് എമറാട്ട് വാങ്ങിച്ച് ഇവനെ ഞാൻ അൺലോക്ക് ചെയ്തു. ഗൈസ്, അതുകൊണ്ട് ഇവ ഇങ്ങനെ അവസാനത്തെ ട്രേഡ് ഇവൻ്റെ മാസ്റ്ററാക്കി. ഇവ എനിക്കിപ്പോൾ 3 എമറാട്ടിന് 3 ഗോൾഡൻ ക്യാരറ്റ് തരും. ഇപ്പം എൻ്റെ ഫുഡ് അതായിരിക്കും. ഞാൻ പിന്നെ ഇവിടെ എൻ്റെ ചെസ്റ്റും കൂടെ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഫുഡാണെങ്കിൽ ഫുള്ള് ഞാൻ അവൻ്റെ ഇത് ട്രേഡ് ചെയ്ത് വാങ്ങിച്ച ഫുഡാണ്. എൻ്റെ കയ്യിൽ 3 ഗോൾഡൻ ക്യാരറ്റ് ഉണ്ട്. അതിൽ നിന്ന് 3 തൽക്കാലത്തേക്ക് കയ്യിരിക്കട്ടെ, ആവശ്യം വന്നാലോ. ഓക്കെ, ഇനി നമുക്ക് മൈനിങ്ങിന് പോവാം. ഞാൻ അതിന് മുമ്പ് എൻ്റെ കയ്യിൽ അയൺ ഉണ്ടാവോ, ഞാൻ അയൺ ബ്ലോക്കാക്കിയാണ് വെച്ചിരിക്കുന്നത്. ഗൈസ്, എനിക്ക് ആൻവീൽ ഉണ്ടാക്കിയാൽ കൊള്ളാമെന്ന് ഉണ്ട്, പക്ഷേ അതിപ്പം ചതിയാവും. വേണ്ട ഗൈസ്, ആൻവീൽ ഇപ്പോഴത്തേക്ക് വേണ്ട. എനിക്ക് പിന്നെ ബുക്ക് വില്ലേജർമാരെയൊക്കെ ട്രേഡ് ചെയ്ത് ഒപ്പിച്ചിട്ട് നമുക്ക് ആൻവീൽ ഉണ്ടാക്കാം. ഒരു പിക്കാക്സും കൂടെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, പൊട്ടിയാല. ഓക്കെ, നമുക്കിനി മൈനിങ്ങിന് പോവാം. താഴെ നമ്മൾ മൈൻ ഷാഫ്റ്റ് കണ്ടായിരുന്നു, നിങ്ങൾക്ക് അറിയായിരിക്കും. നമ്മൾ കണ്ട ഈ വശത്താണ്, അങ്ങോട്ടാണ്, അവിടെ ഇങ്ങോട്ടെന്ന് തോന്നുന്നു. എവിടെ? ഇങ്ങോട്ടാ ഇല്ലേ ഗൈസ്? അങ്ങോട്ടൊന്ന് പോയി നോക്കട്ടെ. ഇങ്ങോട്ടല്ല, എന്നാലും ഇപ്പം അപ്പുറത്തെ സൈഡാണ്. എൻ്റെ കയ്യിൽ 1.5 സ്റ്റാക്ക് അടുപ്പിച്ച് ടോർച്ചുള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, ഇതിൻ്റെ താഴോട്ടാണ് ഞാൻ ഇവിടെ നിന്നെടുത്ത് MLG. ഓക്കെ, MLG ചെയ്ത് നമുക്ക് അങ്ങോട്ടൊക്കെ എക്സ്പ്ലോർ ചെയ്യണം. ഞാൻ ഇതൊക്കെ അടച്ച് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എനിക്ക് 1 ഡയമണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി താഴോട്ടാണ് പോവേണ്ടത്. താഴോട്ട് ഇനി അങ്ങോട്ടാണ്. അങ്ങോട്ട് തന്നെ. ഇവിടെ നിന്നാണ്ട് ഞാൻ ഇവിടെ ഉണ്ടാക്കിയതല്ല, ഇതിവിടെ ഉണ്ടായിരുന്നു. ഇവിടെ കൂടെ ഒന്ന് അടച്ചാല ബാക്കിൽ നിന്ന് ആരെങ്കിലും വന്ന്, മിക്കവാറും ബാക്കിൽ നിന്ന് ക്രീപ്പറായിരിക്കും വരണത്. അതുകൊണ്ട് അവിടെ അയണിരിക്കണമെന്നാണ് തോന്നണത്. വേണ്ട. ഓക്കെ, അപ്പം ഞാൻ ഇവിടെ ഒന്ന് താഴോട്ട് ബ്ലോക്ക് എടുത്തില്ല ഗൈസ്. മണ്ടയും ബ്ലോക്കും എടുക്കാതെയാണ് ഗൈസ് വന്നത്. ഞാൻ ഒന്ന് വീട്ടിൽ പോയിട്ട് ബ്ലോക്ക് എടുത്തിട്ട് വരണം ഗൈസ്. ബ്ലോക്കും കൂടെ ഞാൻ റീസ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഇതാണ്ട് ഇപ്പം കുറച്ച് 1.5 സ്റ്റാക്ക് അടുപ്പിച്ച് ഞാൻ സ്റ്റോണും എടുത്ത് ആവശ്യം വരും ഗൈസ്. നല്ല ഇനി വീണ്ടും എനിക്ക് താഴോട്ട് പോകണം ഗൈസ്. കുഴിച്ച് ഇപ്പം എത്തും. അധികം താഴോട്ടൊന്നും അല്ല. ഓക്കെ, എത്തി. ജലദോഷമായി. ഓക്കെ, എവിടെ? അങ്ങോട്ടാണ്. ഇവിടെ നിന്ന് പോവാം. ഞാൻ താഴെ വരെ എനിക്കൊരു സ്റ്റെപ്പ് ഉണ്ടാക്കണമെന്നുണ്ട്. പക്ഷെ സ്റ്റെപ്പ് ഉണ്ടാക്കണത് ബുദ്ധിഹീനനാണോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. ഉണ്ടാക്കണോ വേണ്ട, അത് ഞാൻ തിരിച്ച് കയറുമ്പോൾ ഉണ്ടാക്കാം. അപ്പോൾ തൽക്കാലത്തേക്ക് ഇങ്ങോട്ടെടുത്ത് ചാടാം. ഓക്കെ, ഇത് നമ്മൾ അവിടെ അതെവിടെ കണ്ടോ? ഓക്കെ, ഇവിടെ നിന്ന് താഴോട്ട് പോകണം. എൻ്റെ കയ്യിൽ ടോർച്ച് ഇല്ലാത്തതുകൊണ്ടാണ് ഇന്നലെ ഞാൻ ഇങ്ങോട്ടൊന്നും വരാത്തത്. അയണൊക്കെ ഇവിടെ ഇരിക്കുന്നത്. ഡീപ്പ് സ്ലേറ്റ് ഞാൻ ഇപ്പോഴാണ് മൈനിങ് ചെയ്യണത്. ഞാൻ ഡീപ്പ് സ്ലേറ്റ് ഒന്നും മൈൻ ചെയ്തില്ല. ഓക്കെ, ഇവിടെ മറ്റേ ഇതൊക്കെ ഉണ്ട്. ഞാൻ മൈൻ ഷാഫ്റ്റ് ഇവിടെയാണ് കണ്ടത്. ഞാൻ അങ്ങോട്ടും കൂടെ ഒന്ന് പോയി നോക്കട്ടെ ഗൈസ്. ഇങ്ങോട്ട് അത്രയും സോംബികളാണ്. ഓക്കെ, അവനെയും തട്ടി. അടുത്തവൻ വരണ്. സോംബീസ് കുട്ടി സോംബിയാണ് എനിക്ക് പേടി. എന്ന് വെച്ചാൽ അവനെ അടിക്കായിരിക്കും, ഉന്നം കിട്ടൂല. അയ്യോ, ക്രീപ്പർ. ഓക്കെ, ക്രീപ്പർ വന്നിട്ടുണ്ട് എന്നെ രക്ഷപ്പെടുത്താൻ. ക്രീപ്പറെ രക്ഷപ്പെടുത്തിയാണ്. ഓക്കെ, ക്രീപ്പർ എന്നെ രക്ഷപ്പെടുത്തിയില്ല. ഒരുത്തരം കൂടെ ഉണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ ഇത് വയ്ക്കാം. ലാപ്പിസൊക്കെ ഇരിക്കുന്നത് അതെനിക്ക് ഇപ്പം വേണ്ട. ഒബ്സീഡിയനൊക്കെ മൈൻഡ് ചെയ്യുമ്പോൾ ഇത് ഡയമണ്ടാണ്. അല്ല, അത് ഡയമണ്ട് ഒന്നും ആവില്ല. എനിക്ക് ഞാൻ ഡയമണ്ടാണ് തപ്പണത്. ഇങ്ങോട്ട് ഡയമണ്ട് ഉണ്ടാകുമായിരിക്കുമല്ലേ?
ആവണം. ഇതെൻ്റെ ടോർച്ച് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇതുവരെ വന്ന് ഒരു കുന്തമില്ല. ടോർച്ചും കൂടെ തിരിച്ചെടുത്തിട്ട് പോവാം. ടോർച്ച് ഉണ്ടാക്കാനും മെനയാണ് ഗൈസ്, എനിക്ക് വയ്യ. ഗോൾഡ് ക്യാരറ്റ് എടുത്ത് കൈ വെക്കാം ഗൈസ്. 3 ഇല്ലേ, കഴിക്കാം, പെട്ടെന്ന് കൂടും. ഓക്കെ, നമുക്ക് ഇങ്ങോട്ടാണ് പോവേണ്ടതെന്ന് തോന്നുന്നു. അതാര് വെടി വെച്ചല്ലേ? അയ്യോ, അമ്പും എടുത്തില്ല. മൈൻ ഷാഫ്റ്റ് കയറി പോയാൽ പോരെയിരുന്നു എനിക്ക്. ഇങ്ങോട്ടും കൂടെ കുറച്ച് താഴോട്ട് പോയി നോക്കാം. ഇങ്ങ് അറ്റം വരെ പോണ് ഗൈസ്. ഓക്കെ, ഇവിടെ ഫുൾ അയൺ ഗൈസ്. ഡയമണ്ട് ഇരിക്കണ്. ഞാൻ അത്ര ഷോക്കാവത്തില്ല. ഇവിടെ ഫുള്ളും ഇതിരിക്കണ്. ഇത് മൈൻ ഷാഫ്റ്റിൻ്റെ ഏരിയ ആണെന്നാണ് തോന്നണത്. അതുകൊണ്ടാണ് എൻ്റെ ഇൻവെർട്ടറിയിൽ ഒന്നുമില്ല. ഓക്കെ, ഒന്നല്ലാതെ ഇതിൻ്റെ അടിയിൽ ഒരു 20 കാണണേ. 20 ഉണ്ടായിരുന്നു. ഒരു ഡയമണ്ട് അയണിൻ ക്രീപ്പർ എന്നാ പൊട്ടിത്തെറി. എൻ്റെ ഷീൽഡ് ഏകദേശം പൊട്ടാറായി. ഇത് നല്ല വലിയ ഗുഹ ചേട്ടാ. ഇത് മൈൻ ഷാഫ്റ്റ് അവിടെ എന്തിനൊക്കെ തിളങ്ങണ്. ലാവ തന്നെ, വേറെ എന്തിനു തിളങ്ങാൻ. ഇവിടെ ഒരിടത്തും ഇല്ല എന്നാണ്. ലാവാ പൂള് കിട്ടി. ലാവാ പൂൾ എന്തിനും എനിക്ക് കയറി കുളിക്കാനാ? ലാവ വല്ലതും കൊണ്ടാ ലാവയെന്ന്. ഇത് ഡയമണ്ട് വല്ലതും ഉണ്ടാടാ. എനിക്കിപ്പോൾ 2 ഡയമണ്ട് ഉണ്ട്. ഒരെണ്ണം വീട്ടിൽ ഇരിക്കണ്, ഒരെണ്ണം ഇപ്പോഴത്തത് കൂട്ടി. ഒരു ഡയമണ്ടും ഇല്ല. ഓക്കെ, അപ്പം നമുക്ക് തിരിച്ചു പോവാം. ഇത് ഡെഡ് എൻഡ് ആണെന്നാണ് തോന്നണത്. നോക്കട്ടെ. ഓക്കെ ഗൈസ്, ഇത് ഡെഡ് എൻഡ് ആണ്. നമുക്ക് തിരിച്ച് കയറട്ടെ. ആണെങ്കിൽ അയൻ്റെ ബ്ലോക്കൊക്കെ ഇരിക്കണം. ഇവിടെ എവിടെയോ എന്തോ ഞാൻ മണക്കണ് ഗൈസ്. മൈൻ ഷാഫ്റ്റ് ആണെന്നാണ് മൈൻ ഷാഫ്റ്റ് അവിടെ കണ്ടല്ല, പക്ഷെ അത് ചെറിയ മൈൻ ഷാഫ്റ്റാണ് ഞാൻ കണ്ടത്. അപ്പോൾ അതിൻ്റെ വലുത് ഇങ്ങോട്ട് എവിടെയോ ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഇത് മൈൻ ഷാഫ്റ്റിൽ മാത്രമേ ഇങ്ങനെ ലൂപ്പായിട്ട് ഇങ്ങനെ കുറേ കാണാൻ സാധ്യത കൂടുതലും. ഓക്കെ, എൻ്റെ പിക്കാക്സും പൊട്ടി. പുതിയ പിക്കാക്സ് ഉണ്ടാക്കിക്കൊണ്ട് വന്നത് ലക്കായി. ഓക്കെ, ഇനി നമുക്ക് കണ്ട കുറേ ഉണ്ട്. എൻ്റെ താഴെയാണ് മൈൻ ഷാഫ്റ്റ് ഇരിക്കുന്നത്. മണ്ടയിലാണ് ഗൈസ് മൈൻ ഷാഫ്റ്റ് ഉള്ളത്. എത്ര ബ്ലോക്ക് എന്ന് അറിഞ്ഞൂടെ. ഇവിടെ എവിടെ ഉണ്ട്, അതൊക്കെ നമുക്ക് നോക്കാം. ഞാൻ നേരെ കയറി പോട്ട്. ചുമ്മാ നമ്മളെ ക്യാരറ്റ് തീക്കേണ്ടത് അത്യാവശ്യ ഘടകങ്ങളിൽ ഉപയോഗിക്കാനുള്ളതാണ്. ഇങ്ങോട്ടുണ്ടോ? ഇങ്ങോട്ട് ഡെഡ് എൻ്റെ അല്ല. അയ്യോ, ഷീൽഡ് പൊട്ടി. ഹാർഡ് കോർ ആണ്. എടാ ഹാർഡ് കോർ ഗൈസ്. ഹാർഡ് കോർ കയറി. അടച്ചാട്. എൻ്റെ ഷീൽഡ് പൊട്ടി. അതിൻ്റെ ഒരു ബലത്തിനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞാൻ വീട്ടിൽ പോയിട്ട് ഒരു ഷീൽഡ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ പോകണില്ല ഗൈസ്. എൻ്റെ കയ്യിൽ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ തന്നെ ക്രാഫ്റ്റ് ചെയ്യാം. എൻ്റെ കയ്യിൽ അയണ് ഞാൻ ഇന്ന് ഉരുക്കാൻ വെക്കട്ടെ. ഇതില്ലേ, ഞാൻ അതൊക്കെ സെറ്റ് ചെയ്യും ഗൈസ്. ഒരു അയൺ ഇങ്ങോട്ടായിട്ടുണ്ട്. ആ മൈൻ ഷാഫ്റ്റ് ഞാൻ അവിടെ ഒരു മൈൻ ഷാഫ്റ്റ് കണ്ടില്ലേ, എന്നും ഞാൻ ഇങ്ങോട്ട് താഴോട്ടും കൂടെ ഈ മൈൻ ഷാഫ്റ്റ് തന്നെ. ഇവിടെ നിന്ന് ഞാൻ കുറച്ച് ഇതെടുക്കണം ഗൈസ്. ഇപ്പോഴത്തേക്ക് ചിലന്തിയിരിക്കണ്. 1 2 ഞാൻ ഇതൊന്ന് എടുത്തോട്ടെ. ഓക്കെ ഗൈസ്, ഇന്ന് തന്നെ ആരെയും പേടിക്കണ്ട. ഡയമണ്ട് ആർമർ ഉണ്ടായാലും നെതറൈറ്റ് ആർമർ ആയാലും ഞാൻ ഷീൽഡും കൊണ്ടേ പോവുള്ളൂ. അത്ര യൂസ്ഫുള്ളാണ് നമ്മളെ ഈ ഷീൽഡ്. മൈൻ ഷാഫ്റ്റ് വലുത് തന്നെയില്ലേ. ഓടാ. എൻഡർ ബാബു ഇരിക്കണം. എൻഡർ മാമു എന്ന് വിളിച്ച് ഞാൻ. ഇത് എൻ്റെ പേര് മോനെ. അവിടെ എന്തിനടി വലിയൊരു റിവീൽ. ഇങ്ങോട്ട് പോയാൽ എന്തിന് കാണാം? കുറച്ച് ചിലന്തി വല കാണാം. അത്ര സ്പോണറും കിട്ടി. ഇതെന്തിന് ലക്കടി.
സ്പോണർ എന്നിട്ട് എവിടെ? ഇവിടെയാണോ സ്പോണർ? ഇവിടെയും ഇല്ല. ഇതിൻ്റെ അടിയിലാണോ സ്പോണർ? അവിടെയും അല്ലേ. ഏത് സ്പോണറിൻ്റെ ഏരിയ അല്ലേ? സാധാരണ ഇങ്ങനത്തെ ഏരിയയിൽ സ്പോണർ വരണതാണ്. ഇത് പറ്റിയാന്തോ? കുഴപ്പമില്ല. മൈൻ ഷാഫ്റ്റിൻ്റെ അടുത്ത് കുറേ ഇത് കാണും, ഡയമണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിച്ചതാണ്. ഫുള്ള് പ്രതീക്ഷയോട് പോയി ഇല്ലേ. കിട്ടി കിട്ടി, ഡയമണ്ട് കിട്ടി, പെട്ടിയും കിട്ടി, എല്ലാം കിട്ടി. ഡയമണ്ട് എത്ര എണ്ണം കാണും? ഒന്നേ ഉള്ളൂ അല്ലേ. എല്ലായിടത്തും എന്തിനാണ് ഒന്ന് കൊണ്ടുവയ്ക്കേണ്ടത് ആൾക്കാർ? ഒരു 5-6 26 കൊണ്ടുവയ്ക്കണ്ടേ? മൈൻ ഷാഫ്റ്റിൻ്റെ അകത്ത് എന്തിനുണ്ട്? നെയിം ടാഗ് കിടക്കട്ട്. ടോർച്ച് എനിക്ക് വേണം. ടോർച്ച് ഇനിയുണ്ടോ? ഇല്ല, ഇത്രയല്ലേ ഉള്ളൂ. പവർ റെയിലിരിക്കണ്, അതും എടുത്ത് ഞാൻ. വലിയൊരു മൈൻ ഷാഫ്റ്റ് ആണോയെന്ന് ചോദിച്ചാൽ വലിയൊരു മൈൻ ഷാഫ്റ്റ് അല്ല. ചെറുതാണോയെന്ന് ചോദിച്ചാൽ ചെറുതുമല്ല. മീഡിയം. ഓക്കെ, താഴോട്ടും ഉണ്ട് മൈൻ ഷാഫ്റ്റ്. ഞാൻ ഒന്ന് പോയി നോക്കട്ടെ. ഇങ്ങോട്ടില്ല, തീന്ന്. അങ്ങോട്ടാ? അങ്ങോട്ടുണ്ട് ഗൈസ്. ഇത് ഞാൻ വന്ന സ്ഥലം. ഞാനൊരു ലൂപ്പിലകപ്പെട്ട് ഗൈസ്. ഇവിടെ ഒരു ഉണ്ട്, വലിയ മൈൻ ഷാഫ്റ്റ് തന്നെ ഇത്. ഓക്കെ, അടുത്ത നെയിം ടാഗും ഫുള്ളും കിട്ടി. ഓക്കെ, അവിടെ വെച്ചോ. ലാപ്പിസും ഇരിക്കട്ട്. പിക്കാക്സ് ഉണ്ടാക്കാനുള്ള ഡയമണ്ടായി. ഇങ്ങോട്ടും കൂടെ ഇവിടെ മറ്റേ ഇത് ഈ സ്പോണർ. ഡയമണ്ട് വീണ്ടും കിട്ടി. ഓക്കെ, മൈൻ ഷാഫ്റ്റ് വന്നതിലക്കായി ഗൈസ്. ഡയമണ്ടിൻ്റെ പൂരം. എല്ലായിടത്തും ഒന്നേ ഉള്ളൂ. ഒരെണ്ണം ഞാൻ ആരെ കെട്ടിക്കാൻ? ഞാൻ ഒരെണ്ണം. നീയെങ്കിലും ഒന്ന് സഹകരിച്ചൂടെടാ എന്നെ? ഉമ്മ വയ്ക്കാൻ പറയണ എന്നെ. ഓടിക്കോ, ഇവിടെയുമില്ല. തിരിച്ച് വീട്ടിൽ പോണ വഴിയും മറക്കും. ഇങ്ങോട്ടാണോ? ഇങ്ങോട്ടായിട്ട്. ഇത് നല്ല വലിയ മൈൻ ഷാഫ്റ്റാണ്. നല്ല വലുതെന്ന് പറഞ്ഞ് തീർന്നില്ല. ഞാൻ ഇത് ഫുള്ള് ലൂട്ട് ചെയ്തോട്ടെ, എന്നിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഗായ്സ്, മൈൻ ഷാഫ്റ്റ് ചെയ്ത് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇവിടെ കുറേ ഡയമണ്ട് ഇരിക്കുന്നു ഗൈസ്. കുറേ അല്ല, 2 ഉള്ളൂ. അവിടെ ഇരിക്കുന്നു. ഞാൻ അത് പോയി എടുക്കാൻ പോണു ഗൈസ്. ഓക്കെ, ഞാൻ അതൊന്ന് പോയി എടുക്കിട്ട്. നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണില്ല. ചാടി. ഇവിടെ നിന്ന് എടുത്ത് ചാടാൻ പറ്റുമോ എനിക്ക്? വെറുതെ റിസ്ക് എടുക്കണോ സഫാരെ? ഞാൻ ഇങ്ങനെങ്കിലും അങ്ങോട്ട് എത്താൻ പറ്റുമോ നോക്കട്ടെ. താഴെ വെള്ളം ഉണ്ടോണ്ട് എനിക്ക് എടുത്ത് ചാടാൻ അറിഞ്ഞൂടാത്തോണ്ടല്ല, തിരിച്ച് വരാൻ പറ്റുമോ? ചെറുത് ചാടി നോക്കാം. ഓടിക്കോ മക്കളെ. ഓക്കെ, ഇവിടെ എടുത്തില്ല. ടോർച്ച് വെച്ചിട്ടുണ്ട്. 2 ഡയമണ്ട് ഇവിടെ നിന്നും കിട്ടി ഗൈസ്. ഫുള്ള് ഡയമണ്ടിൻ്റെ പൂരമല്ല, എന്നാലും ഇവിടെ 2 ഉള്ളൂ ഗൈസ്. ഉറപ്പ്. ഞാൻ പറഞ്ഞില്ലേ 2 കാണുള്ളൂ. ഞാൻ വിചാരിച്ചു ഇതിൻ്റെ ബാക്കിൽ ഒരു 24 ഉണ്ടായിരിക്കും. എത്ര എണ്ണമായി? 5 അപ്പം വാളും പിക്കാക്സും ഉണ്ടാക്കാനുള്ള ഡയമണ്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മണ്ടയിലോട്ട് പോയേക്കാം. എങ്ങനെ കയറും? ഞാൻ ഒന്ന് മണ്ടയിലോട്ട് എത്തിയിട്ട് നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. വലിയ മൈൻ ഷാഫ്റ്റാണ്. ഞാനാണെങ്കിൽ കുറച്ച് ഡയമണ്ടാണ് മണ്ടയിലൊക്കെ. സ്പോണർ ബെസ്റ്റ് സ്പോണർ ഇരിക്കുന്നത് നമുക്ക്. എനിക്ക് ആവശ്യം വരും ഗൈസ്. ഞാൻ ഇങ്ങോട്ടൊക്കെ വരും. പിന്നെ പോർട്ടറൊക്കെ സെറ്റാകുമ്പം എനിക്ക് സ്പോണർ ആവശ്യം വരും. എന്തിനെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും സ്പോണർ എന്തിനാണെന്ന്. എന്തിനാണ് HP ഫാർം ഉണ്ടാക്കാൻ തന്നെ, അതിനല്ല. പിന്നെ വേറെ എന്തിന്? ഇതങ്ങ് പൊട്ടിച്ച് പൊട്ടിക്കാനും പറ്റില്ലല്ലേ. പോലീസേ. ഓക്കെ, ഇത് വലിയ മൈൻ ഷാഫ്റ്റ് ആണെന്ന് തോന്നണമെന്നല്ല, ആണ്. നല്ല വലിയ മൈൻ ഷാഫ്റ്റ്. അതുകൊണ്ട് ഇതിൻ്റെ അടിയിലും ഉണ്ട്. കണ്ട അടിയിൽ ചാടിയാല നാരകമെന്നാൽ കാലിനടിയിൽ കേവലമൊരു പൊതി മഞ്ഞല്ല. വേറെ സ്പോണർ ഗൈസ്. പൊളിച്ച് എങ്ങോട്ടൊന്ന് പോയി നോക്കണോ? സോംബി സ്പോണർ.
ഓക്കെ, സോംബി സ്പോണർ ഞാൻ ഓഫാക്കിയിട്ടുണ്ട്. പെട്ടിക്കകത്ത് ഓല സാധനങ്ങളൊക്കെ ഉള്ളൂ ഇവിടെ. ഡയമണ്ട് ഇതുണ്ട് ഗൈസ്, അത് ഞാൻ എടുത്ത് ഈ പെട്ടിക്കകത്തുള്ളതാണ്. ഈ ലെതർ ഞാൻ എടുക്കണം ഗൈസ്. ലെതറിനും എനിക്ക് കുറച്ച് ആവശ്യമുണ്ട്. റോട്ടൺ ഫ്രൂട്ട് ഇവിടെ ഇരിക്കട്ട്. റോട്ടൺ ഫ്രൂട്ട് അല്ല, റോട്ടൺ എന്തിനോ സാധനം. ഓക്കെ, ഇങ്ങോട്ട് പോയി നോക്കാം. എൻ്റെ വഴി എന്തായാലും ഞാൻ മിസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു കാര്യത്തിന് ഒരു തീരുമാനമായിട്ടുണ്ട്. എല്ലാം ഞാൻ മിസ് ചെയ്ത് വഴി. ഡയമണ്ട് തപ്പി വന്ന് എൻ്റെ വീട് ഞാൻ കളഞ്ഞെന്ന് തോന്നുന്നു. ഒരു സൈഡ് ഇങ്ങോട്ട് അടുത്ത വൈൻ ഷാഫ്റ്റ് ഇരിക്കുന്നത് ഗൈസ്. ഇത് കുറച്ച് വലിയ വൈൻ ഷാഫ്റ്റാണ്. കുറച്ചെന്ന് പറയാതെ വലിയ വൈൻ ഷാഫ്റ്റാണ്. ഞാൻ വല്ലതും കാണണമെങ്കിൽ നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. ഡയമണ്ടിൻ്റെ പൂരം ഗൈസ്, വെടി പൂരം. നാണ്ട ഡയമണ്ട് ഉരിക്കണം, അതിൻ്റെ കൂടെ നാണ്ട മൈൻ ഷാഫ്റ്റിൻ്റെ പെട്ടി ഉരിക്കണം. എൻ്റെ മോനെ, ഇതൊരു വമ്പൻ സാധനം തന്നെ. എൻ്റെ മോനെ ലൂപ്പ്. നേരത്തെ ഞാൻ ഈ എപ്പിസോഡ് ഫുള്ള് ലക്ക് ഗൈസ്. ഫുള്ളെന്ന് പറഞ്ഞാൽ ഫുള്ള് ലക്ക്. വീഡിയോ വൈൻഡപ്പ് ആക്കാനുള്ള സമയമായിട്ടുണ്ട് ഗൈസ്. ഞാൻ മിക്കവാറും ഇപ്പം തന്നെ വീഡിയോ വൈൻഡപ്പ് ചെയ്യും. ഇവിടെ എൻ്റെ കയ്യിൽ എത്ര എണ്ണമായി? 13 ഡയമണ്ട് ആയിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ടാ ഇതും കൂടെ തുറന്നു നോക്കുമ്പോൾ ഇതിൻ്റെ അകത്തൊരു ഡയമണ്ട് ഇല്ല. എന്നാലും കുഴപ്പമില്ല, സാഡായില്ല. അപ്പം നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ നിന്ന് ഞാൻ വൈൻഡപ്പ് ചെയ്യാം അല്ലേ? ചെയ്യാം. പക്ഷേ ഒരു മിനിറ്റ്, ഇവിടെ എന്തൊരു ഇങ്ങനെ ഇവിടെ ടോർച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഇന്ന് വൈൻഡപ്പ് ചെയ്തില്ലേ? ഞാൻ വീട്ടിൽ പോകുന്നില്ലേ ഇന്ന്? ഒരു മിനിറ്റ് ഗൈസ്. അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ നിന്ന് വൈൻഡപ്പ് ചെയ്യണം. ഞാൻ കുറേ നേരം കൊണ്ട് താഴോട്ടൊക്കെ പോയി മൈനിങ് ഒക്കെ ചെയ്യണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിന്ന് വൈൻഡപ്പ് ചെയ്യണം ഗൈസ്. ഈ വീഡിയോ എനിക്ക് 13 അയൺ കിട്ടി. ഞാൻ നാളെ പിക്കാക്സും പറ്റുമെങ്കിൽ ഒരു ആർമറും ഉണ്ടാക്കി വയ്ക്കാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. നിങ്ങളിന്ന് പോയിട്ട് നാളെ വാ. ടാറ്റ, ബൈ ബൈ.